ഇന്ത്യയിലെ തന്നെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ടോപ്പ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള IITs, IIITs, NITs പോലെയുള്ള ഹൈ റേറ്റഡ് ആയിട്ടുള്ള കോളേജുകളിൽ അഡ്മിഷൻസ് നേടി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കരിയർ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നതാണോ എന്റെ കുട്ടികളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, മിസ് എന്തൊക്കെയാണ് പറയുന്നത്? ഞങ്ങൾ ഇപ്പൊ 10th കഴിഞ്ഞല്ലേ ഉള്ളൂ, ഇപ്പൊ വെക്കേഷൻ ടൈം ആണ്, എൻജോയ് ചെയ്യേണ്ട സമയമാണ്, അപ്പൊ ഇപ്പൊ തന്നെ ഇപ്പൊ പഠിച്ചു തുടങ്ങണം, അല്ലെങ്കിൽ JEE പറ്റി ചിന്തിക്കണം, IIT അഡ്മിഷനെ പറ്റി ചിന്തിക്കണം എന്നൊക്കെ ഇപ്പൊ എന്തിനാണ് പറയുന്നത് നിങ്ങൾക്ക് തോന്നല്ലേ? പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ചിലപ്പോൾ മിസ്സിനോട് ദേഷ്യം തോന്നിയേക്കാം, പക്ഷേ എന്റെ കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള IITസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ട്രീമില് അഡ്മിഷൻസ് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും +2 കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ +1 സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ തുടങ്ങാം, അതിനെപ്പറ്റി ആലോചിച്ച് തുടങ്ങാം എന്ന് ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടി പോകുന്നില്ല. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്തു തുടങ്ങേണ്ടത്, ഇപ്പൊ തന്നെ നമ്മൾ എങ്ങനെയാണ് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടത് എന്നതാണ് എന്റെ കുട്ടികൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഏത് എക്സാം ആണ് ഇതിനു വേണ്ടി ക്രാക്ക് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓൾറെഡി മിസ് എന്തൊക്കെയാണ് അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട്, നിങ്ങൾക്ക് അറിയാം നമ്മൾ ക്രാക്ക് ചെയ്യേണ്ട എക്സാം എന്ന് പറയുന്നത് JEE ആണ് അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് JEE എന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ വേണ്ടി പോകുന്നില്ല. അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലിങ്ക് കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്താൽ ഓൾ അബൌട്ട് JEE എന്ന് പറയുന്ന ഒരു വീഡിയോ മിസ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ചാനലിൽ, നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ക്രാക്ക് ചെയ്യേണ്ട എക്സാം എന്ന് പറയുന്നത് JEE ആണ് അല്ലെ. അപ്പൊ JEE എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് വരുന്നത്, JEE മെയിൻസ് അതേപോലെ തന്നെ JEE അഡ്വാൻസ്ഡ്. ഇനി നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യേണ്ട എക്സാം എന്ന് പറയുന്നത് JEE മെയിൻസ് ആണ്. ഈ JEE മെയിൻസ് രണ്ട് സെഷൻ ആയിട്ടാണ് ഉണ്ടാവുക. സെഷൻ 1 ജനുവരിയിലായിരിക്കും എക്സാം വരുന്നുണ്ടാവുക, ആൻഡ് സെഷൻ 2 നമ്മളുടെ ഏപ്രിൽ സമയത്തായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ജനുവരി എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അല്ലെ. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് പല സ്കൂളുകളിലും സിലബസ് ഒന്നും തീർന്നിട്ടുണ്ടാവില്ല ആ ഒരു സമയത്ത്. അപ്പൊ ജാനുവരി അറ്റംപ്റ്റും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇനി അല്ലെങ്കിൽ നമ്മുടെ മാർച്ചിൽ ഓൾറെഡി നമ്മളുടെ ഇപ്പൊ ഫെബ്രുവരി ആണെങ്കിൽ ഫെബ്രുവരിയിൽ CBSE എക്സാം തീരും. അതേപോലെ തന്നെ +2 സ്റ്റേറ്റ് ബോർഡ്സ് നോക്കുവാണെങ്കിൽ നമുക്കൊരു മാർച്ചോട് കൂടെയാണ് ഇത് തീരുന്നുണ്ടാവുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കുറച്ച് ദിവസം പഠിക്കാനുണ്ടാവും, അതിനുശേഷം നിങ്ങൾക്ക് ഏപ്രിൽ അറ്റംപ്റ്റ് കൊടുക്കാം. ഇത് രണ്ട് അറ്റംപ്റ്റ് ആണെങ്കിലും നിങ്ങൾ ഈ രണ്ട് അറ്റംപ്റ്റ് കൊടുക്കുകയാണെങ്കിലും ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്കോറും റാങ്കും ആയിരിക്കും നമുക്ക് JEE മെയിൻസിന് കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. സോ നിങ്ങൾക്ക് രണ്ടും എഴുതാം, ഒരു പ്രശ്നമില്ല. ഇപ്പൊ JEE മെയിൻസ് ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള NITs, IIITs അതേപോലെ തന്നെ ഗവൺമെന്റ് ഫണ്ടഡ് ആയിട്ടുള്ള ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമ്മുടെ ഇന്ത്യയിൽ ഒരുപാടുണ്ട്. അപ്പൊ അവിടേക്കുള്ള അഡ്മിഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഇനി അതിനുശേഷം JEE മെയിൻസ് നിങ്ങൾ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ അടുത്തത് നമ്മളുടെ ലക്ഷ്യം IITയിൽ ഒരു അഡ്മിഷൻ എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്പിയർ ചെയ്യേണ്ട എക്സാം എന്ന് പറയുന്നത് നമ്മുടെ JEE അഡ്വാൻസ്ഡ് എക്സാം ആണ്. ഇതൊരു മിഡ് മെയിലൊക്കെയാണ് എക്സാം വരുന്നുണ്ടാവുക. സോ മെയിൻസ് നിങ്ങൾ നല്ല പോലെ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞ് JEE അഡ്വാൻസ്ഡ് കൂടെ ക്വാളിഫൈ ചെയ്ത് ഒരു കൗൺസിലിംഗ് ഉണ്ടാവും നിങ്ങൾക്ക്. അതിൽ നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ട്രീമിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട IITസിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, ആൻഡ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻസ് നേടിയെടുക്കാൻ വേണ്ടി പറ്റും. സോ എക്സാമിനെ പറ്റിയിട്ട് നമ്മൾ ബ്രീഫ് ആയിട്ട് മനസ്സിലാക്കി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പൊ നിങ്ങൾക്ക് 10th കഴിഞ്ഞിട്ടുള്ള വെക്കേഷൻ ആണല്ലേ, +1 ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഒരു ചിൽ മോഡിലായിരിക്കും മിസ്സിന് അറിയാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, ഈ JEE എക്സാം അല്ലെങ്കിൽ IIT ഡ്രീം ആയിട്ട് വളരെ സീരിയസ് ആയിട്ട് കാണുന്ന എല്ലാ മക്കളും ഓൾറെഡി ഇതിനുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾ പുറകിലായി പോകാൻ വേണ്ടി പാടില്ല അല്ലെ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇപ്പോ നിങ്ങൾക്ക് എന്താണ്, വെക്കേഷൻ സമയമാണ്. അപ്പൊ നമുക്കറിയാം +1 ആണെങ്കിലും +2 ആണെങ്കിലും അതിന്റെ സിലബസിലെ ചേഞ്ചുകളും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ എടുത്തിട്ട് എന്തൊക്കെയാണ് +1ലെ സിലബസ് എന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആക്സസബിൾ ആണ്. അപ്പൊ അതുപോലെ തന്നെ JEE എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്താണ് അതിന്റെ സിലബസ് എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളുടെ ചുറ്റും ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആണ്. പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് ഒരു JEE കോച്ചിങ്ങിന് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാൻ പറ്റും. അതിപ്പോ ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാനാണ് ആഗ്രഹിക്കുന്ന മക്കളെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് സെൽഫ് സ്റ്റഡി ചെയ്തുകൊണ്ട് മുമ്പോട്ട് നല്ലൊരു ഓൺലൈൻ കോച്ചിങ് എടുക്കുക, അതിന്റെ കൂടെ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോവുക. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അത് നിങ്ങൾ അന്വേഷിച്ച് ഡെമോ ക്ലാസ്സുകൾ എടുത്ത് അവിടുത്തെ ടീച്ചേഴ്സ് ഒക്കെ അടിപൊളിയാണോ എന്ന് ഒക്കെ നോക്കിയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഓഫ്ലൈൻ കോച്ചിങ്ങിന് പോവുക. ഇത് നമ്മളുടെ ഇഷ്ടമാണ് ഏതാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇപ്പൊ സപ്പോസ് ഇപ്പൊ വെക്കേഷൻ സമയമാണ്, നിങ്ങൾ ഒരു സ്വന്തമായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാമെന്ന് ആഗ്രഹിക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക,
ജസ്റ്റ് എന്താണ് ഈ ഒരു JEE എക്സാം, അതുപോലെ തന്നെ എന്തൊക്കെയാണ് അതിന്റെ സിലബസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. അതിനുശേഷം നിങ്ങൾ ചെറുതായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ +1 ഫിസിക്സ് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പൊ ആ ചാപ്റ്ററിന്റെ ലെക്ചേഴ്സ് നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്, നിങ്ങൾ കണ്ടു തുടങ്ങാം. അപ്പൊ ഓൾറെഡി അയ്യോ സ്കൂള് തുറക്കട്ടെ, എനിക്ക് അഡ്മിഷൻ കിട്ടട്ടെ, അപ്പൊ തൊട്ട് നമുക്ക് അല്ലെ പഠിച്ചു തുടങ്ങാം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് ആ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ ബോർഡ് എക്സാം ലെവലിൽ പഠിച്ചു തുടങ്ങാം. അതിനുശേഷം അത് നന്നായിട്ട് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, JEE ലെവലിലേക്ക് കടക്കുക. അതിനെ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് നിങ്ങൾ കോച്ചിങ് എടുക്കുകയാണെങ്കിൽ അവരുടെ സഹായം നിങ്ങൾക്ക് നേടാൻ പറ്റും. കാരണം ഉറപ്പായിട്ടും ഇപ്പൊ തന്നെ അതിന്റെ കോച്ചിങ് ക്ലാസ്സുകളൊക്കെ ഈ മന്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം. ഇനി അല്ലെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള കോച്ചിങ് എടുത്തുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് തോന്നുകയാണ് ഓക്കെ ഞാനിപ്പോ സ്റ്റാർട്ട് ചെയ്യും, കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അത് ഡ്രോപ്പ് ചെയ്ത് പോകുന്ന മനസ്സുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ ഡ്രോപ്പ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങൾ വെറുതെ സമയം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഫയർ ഉണ്ട്, എനിക്ക് IIT എന്ന് പറയുന്ന ഒരു ഡ്രീമിലേക്ക് എത്തണമെന്ന അല്ല ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണാം. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു പ്രിപ്പറേഷന്റെ ഇടയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ചാപ്റ്റേഴ്സ് പ്രിപ്പയർ ചെയ്തു, JEE ലെവലിൽ പഠിച്ചു തുടങ്ങി, അതിനുള്ള കുറച്ച് ബുക്ക് റിസോഴ്സസുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഫിസിക്സ് പഠിക്കുകയാണെങ്കിലും കെമിസ്ട്രി പഠിക്കുകയാണെങ്കിലും നമ്മൾ റെഫർ ചെയ്യേണ്ട കുറച്ച് ബുക്സ് ഉണ്ട്. ആ ബുക്സ് ഏതൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതും റോഡ് മാപ്പ് ടു IIT എന്ന് പറയുന്ന ഒരു വീഡിയോ മിസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതൊന്ന് നിങ്ങൾ കണ്ടുവെക്കുക കേട്ടോ. അപ്പൊ ആ ബുക്സ് നിങ്ങൾ എന്തായാലും വാങ്ങിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഒരു IIT ആസ്പിറന്റ് ആണ് അല്ലെങ്കിൽ ഒരു JEE ആസ്പിറന്റ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കയ്യിൽ ഈ ബുക്സ് വേണം, അല്ലെങ്കിൽ ഇതിന്റെ PDF എങ്കിലും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ഇനി അതിനുശേഷം നിങ്ങൾ റെഗുലർലി റിവൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ എഴുതുക. ഇത് മൂന്നിനും നിങ്ങൾക്ക് റിസോഴ്സസ് അവൈലബിൾ ആണ്. ഇനി അല്ല നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഓൺലൈൻ കോച്ചിങ് എടുക്കുകയാണ് അല്ലെങ്കിൽ കോച്ചിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഓൾറെഡി ആ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് നിങ്ങൾക്ക് എന്ത് തരുന്നതായിരിക്കും, ചെയ്തു തരുന്നതായിരിക്കും. അതിന് നിങ്ങൾക്കറിയാം ഇപ്പോ എക്സാം വിന്നർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി +1 +2 ബാച്ചസ് ഉണ്ട്. +1 ബാച്ചാണ് യോധ ബാച്ചാണ് JEE ബാച്ച് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ +2 ആണെങ്കിൽ വീര ബാച്ചാണ്. അപ്പൊ 10th കഴിഞ്ഞ് ഇപ്പൊ +1 പോകുന്ന മക്കളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും യോധ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ബോർഡ് എക്സാമും അതേപോലെ തന്നെ JEE വൈസ് ആയിട്ടുള്ള ഡെയിലി ലൈവ് ക്ലാസ്സുകൾ, PDF നോട്ടുകൾ, അതേപോലെ തന്നെ ഒരുപാട് വർക്ക് ഷീറ്റ്സ്, മോക്ക് ടെസ്റ്റുകൾ, നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആണ്. അങ്ങനെ നിങ്ങൾക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചു പോകാൻ പറ്റും. ഇല്ല നിങ്ങൾ സെൽഫ് സ്റ്റഡി ആണ് ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഒരിക്കലും നിങ്ങൾ പുറകോട്ടേക്ക് നിൽക്കരുത്. ആൻഡ് നിങ്ങളുടെ JEE ആസ്പിറന്റ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും അവരോട് എന്ത് ചെയ്യുക, പറഞ്ഞ് മനസ്സിലാക്കുക ഈ ഒരു കാര്യം. ഇപ്പം നമ്മൾ റെസ്റ്റ് ചെയ്യാനുള്ള ഒരു സമയമല്ല, നമ്മൾ ഈ ഒരു സമയത്ത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഒരു പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമാണെന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ആൻഡ് എല്ലാ മക്കൾക്കും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള IITസിൽ അഡ്മിഷൻസ് കിട്ടാൻ വേണ്ടി ഈ ഒരു 2 വർഷത്തെ ആ ഒരു ജേർണി നല്ല ഒരു ഡിറ്റർമിനേഷനോട് കൂടെ തന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ആൻഡ് നിങ്ങൾക്ക് ഏത് IITയിലാണ് അഡ്മിഷൻസ് നേടാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ അതൊന്ന് എന്തായാലും ഈ ഒരു വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യുക. ആൻഡ് ബാച്ചുകളിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. ആൻഡ് ഉടനെ തന്നെ ബാച്ചിലെ അഡ്മിഷൻസ് ഉറപ്പാക്കുക. താങ്ക് യു.